നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് PR ഗ്രീന ഒരു ഗ്ലാസ് ജ്യൂസ് ഒക്കെ ആയിട്ട് ആദർശിന്റെ മുറിയിലേക്ക് വരുവാണ്. അപ്പൊ ആദർശിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും ആദർശ് പറഞ്ഞു, അയ്യോ ഇത് ഗ്രീന കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, റൂം ബോയ് എങ്ങാനും പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നല്ലോ. അത് സാരമില്ല സാറെന്ന് പറഞ്ഞു. അല്ല സാറിന് മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, ഇനി ഒന്ന് കിടന്നാൽ മതി, രാവിലെ എഴുന്നേക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞു. ശരി സാർ, പിന്നെ സാറിന്റെ കമ്പനി നേടുന്നതാണ് ഞങ്ങൾക്ക്, ഈ ഡീല് നേടുന്നതാണ് ഞങ്ങൾക്കും താല്പര്യം. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി നിങ്ങളുമായിട്ട് ഒരു ഡീലിന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ആദർശ് വെച്ചു, അല്ല കേരളത്തിൽ നിന്ന് മറ്റ് ജ്വല്ലറികൾ ഏതൊക്കെയാന്ന് ചോദിക്കണം. 2-3 ജ്വല്ലറികളുണ്ട് സാറ്. അല്ല ഏൻ ജ്വല്ലറി ഉണ്ടോന്ന് ചോദിച്ചു. ഏൻ ജ്വല്ലറിക്കാരുണ്ട്. എന്താ സാർ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നുള്ളൂ. അല്ല ഇപ്പൊ ഏൻ ജ്വല്ലറിക്കാർ നന്നായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുവല്ലേ എന്ന് ഗ്രീന പറഞ്ഞു. അതെ അതെ, വളർന്നു വന്നുകൊണ്ടിരിക്കുക, എല്ലാവർക്കും വളർച്ച ആവശ്യമാണല്ലോ, അവര് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ എന്ന് ആദർശ് പറഞ്ഞു. പിന്നീട് ആദർശ് ചോദിച്ചു, അല്ല നാട്ടിലേക്ക് ഗ്രീന ഇടയ്ക്ക് വരാറുണ്ടോന്ന് ചോദിച്ചു. ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്, ഇനിയിപ്പൊ ചെങ്ങന്നൂർക്ക് പോണം. ഇപ്പൊ മുംബൈയിലായതിനു ശേഷം പോകാൻ പറ്റിയിട്ടില്ല, ഇനി എന്തായാലും കുറച്ചു ദിവസം കഴിഞ്ഞ് പോണോന്ന് പറയണം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, ചെങ്ങന്നൂരിലും ഞങ്ങൾക്ക് ബ്രാഞ്ച് ഉണ്ട്, അങ്ങോട്ടേക്ക് പോരെ, ജ്വല്ലറി ഒരു ദിവസം കയറാൻ പറയണം. ഞാൻ വരുമ്പം വിളിച്ചിട്ട് വരാം സാറെന്ന് പറഞ്ഞു. അല്ല സാറിനെ രാവിലെ വിളിക്കേണ്ടതുണ്ടോ? 6 മണിക്കോ മറ്റോ? വിളിച്ചില്ലെങ്കിൽ ഞാൻ അലാറം വെച്ചിട്ടാ കിടക്കണേ, ഒരു കാര്യം ചെയ്യാം, റിസപ്ഷനിലെ ബോയിയോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ശരി സാർ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതും പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ആദർശ് എന്ത് ചെയ്തു, അവള് കൊണ്ടുവന്ന് ജ്യൂസൊക്കെ കുടിച്ചു. ആദർശിന് പ്രത്യേകിച്ച് സംശയങ്ങളും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല. പിന്നീട് ആദർശ് നയനെ ഫോൺ ചെയ്യുവാണ്. അപ്പൊ നയനെ വെച്ച്, എന്തൊക്കെയുണ്ട് ആദർശേട്ടാ വിശേഷങ്ങൾ? കുഴപ്പമൊന്നും ഇല്ലല്ലേ? എന്ത് കുഴപ്പം? ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതെ ശ്വാസം മുട്ടലൊക്കെ ഉള്ളതാട്ടോ, ശ്രദ്ധിച്ചോണെന്ന് പറയണം. അങ്ങനൊന്നും ഒരു പ്രശ്നം എനിക്കില്ല, നീ ധൈര്യമായിട്ട് അവിടെ ഇരിക്കുക. അതെ എന്തോ നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറയണ. അപ്പോഴേക്കും നയന പറഞ്ഞു, അങ്ങനെയാണ് ആദർശേട്ടൻ കിടന്നു. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, അത് ഞാൻ നിന്നെ ഇടയ്ക്ക് വിളിച്ചേക്കാന്ന് പറയണേ. അത് സാരമില്ല ആദർശേട്ടാ, രാവിലെ ഞാൻ ആദർശേട്ടനെ വിളിക്കോ മറ്റോ ചെയ്യണോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല, ഞാൻ അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എഴുന്നേറ്റോളാന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് പോയി പെട്ടെന്ന് തന്നെ പോയി കിടക്കണം. ആദർശിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ പാതിരാത്രിയായ സമയത്ത് നയന പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. നയനയ്ക്കൊരു ചുമ വന്നു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റാണ്. അപ്പോഴേക്കും ചന്തുമോളും എഴുന്നേറ്റു. ചന്തുമോള് ചോദിച്ചു, എന്ത് പറ്റിയമ്മേന്ന് ചോദിച്ചു. ഒന്നുമില്ല മോളെ, കുഴപ്പമൊന്നുമില്ല. അതെ അമ്മയ്ക്കൊരു ചുമ വന്നാന്ന് പറഞ്ഞു. അല്ല അച്ഛൻ വിളിച്ചായിരുന്നോന്ന് ചോദിച്ചു. അച്ഛൻ വിളിച്ചായിരുന്നല്ലോ, ഇനിയിപ്പൊ അച്ഛൻ നാളെ രാവിലെ വിളിക്കൂന്ന് പറയണം. പിന്നെ ചന്തുമോൾ ഇങ്ങനെ മിണ്ടായിരിക്കുന്ന ചോദിച്ചു, എന്ത് പറ്റി മോളെന്ന് ചോദിച്ചു. ഒന്നുമില്ല. അല്ല അമ്മയുടെ വയറ്റിൽ കുഞ്ഞാവെ അനങ്ങുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്തുമോളോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, മോളൊന്ന് വരുമ്പോ തല വെച്ച് നോക്കാൻ പറയണം. അപ്പൊ ഒന്നും അനക്കൊന്നും കാണുന്നില്ല. അനക്കൊന്നും ഇല്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു. അതെ അനങ്ങാറായില്ല കേട്ടോ, അനങ്ങുന്ന സമയത്ത് ഞാൻ മോളോട് പറയാം, അപ്പൊ തല വെച്ച് നോക്കിയാൽ മതി, അപ്പോഴറിയാന്ന് പറയണം. മോള് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ചന്തുമോളെ കിടത്തിയിട്ട് നയനെ ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം വെളുപ്പിന് അലാറം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നയനെ എഴുന്നേറ്റു. ആദർശേട്ടൻ രാത്രി വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ, ചിലപ്പോ ക്ഷീണമായിക്കൊണ്ട് ഉറങ്ങിപ്പോയി കാണുമായിരിക്കും. സാരമില്ല, ഒന്ന് വിളിച്ചു നോക്കിയാലോ അങ്ങോട്ടേക്ക്, ഇപ്പൊ ചിലപ്പോ എഴുന്നേറ്റ് കാണുമായിരിക്കും. വിളിക്കണോ? ഇനിയിപ്പം വിളിച്ച് ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? രാവിലെ നല്ല തിരക്കിലായിരിക്കും. എങ്കിൽ വേണ്ടാന്ന് കരുതിയിട്ട് നായനെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ദേവേനെ പൂജാമുറിയിലേക്ക് എന്നു. പൂജാമുറി ചെന്ന് മനോരി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇന്നാണ് ഡീലൊക്കെ ഉറപ്പിക്കുന്ന ദിവസം, അത് ആദർശന് കിട്ടണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നയനയും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ നയനയും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നയന ദേവേനോട് പറഞ്ഞു, അമ്മ ഇന്നെങ്കിലും എന്തെങ്കിലും ആഹാരം കഴിക്കണം. ഇന്നലെ ആണെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ. അത് വേണ്ട മോളെ, എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് ജ്യൂസ് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു. അതെങ്ങനെയാ അമ്മ ശരിയാവുന്നേ? അമ്മ ഇങ്ങനെ ആഹാരം ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയാവും മോളെ, ഞാൻ വെറുതെ കൊടുത്തിരിക്കുമല്ലേ. എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ വെച്ച് വ്രതം പോയിക്കണമെന്ന് പറയണം. നീയും പെട്ടെന്ന് റെഡി ആയിക്കോളാം നയനോട് പറഞ്ഞു. നയന പറഞ്ഞു, ഞാൻ റെഡി ആയിട്ടിരിക്കുന്ന അമ്മേ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാന്ന് പറയണം. അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം നന്ദു അനിയും കൂടെ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോഴേക്കും അനി നന്ദുവിനോട് പറഞ്ഞു, നന്ദു ഞാൻ മടുത്തു, എന്നെ കൊണ്ട് ശരിക്കും പറ്റുന്നില്ല എന്ന് പറയണം. ആ സമയം നന്ദു പറഞ്ഞു, അതെ നിനക്ക് കുറച്ച് മടിയുണ്ടെന്ന് പറയണം. മടിയല്ല, നിന്റെ അത്ര സ്റ്റാമിനയും കാര്യങ്ങളൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും നീ വിചാരിക്കൊന്നും വേണ്ട, നമ്മളെ എല്ലാ ദിവസം പ്രാക്ടീസ് ചെയ്യാത്തോണ്ടുള്ള പ്രശ്നം അത്.
നീ നന്നായിട്ട് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് പ്രാക്ടീസ് ചെയ്തങ്ങോട്ട് ഇറങ്ങണ സമയത്ത് നന്ദുവിനോട് അനി പറഞ്ഞു, മുമ്പായിരുന്നെങ്കിലോ ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങത്തു പോലും ഇല്ലായിരുന്നു. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ നീയുമായിട്ട് കൂട്ടുകൂടിയതിന് ശേഷം ഇങ്ങനെയൊക്കെ. നന്ദു പറഞ്ഞു, നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യണം, അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ദേഹമൊക്കെ അനങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ രക്തയോട്ടമൊക്കെ നന്നായിട്ട് കുറയുമെന്ന് പറയണം. അത് കേട്ടപ്പോ അനി പറഞ്ഞു, ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീയുണ്ടല്ലോ എന്താണെങ്കിലും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഊർജിതമായിട്ട് ഒന്ന് പ്രാക്ടീസ് തുടങ്ങാനായിട്ട്. എന്തിന്? അല്ല നിന്നോടൊപ്പം എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ, അല്ലെങ്കിൽ നീ എന്നെ ഒറ്റയിടിക്ക് താഴെ ഇടില്ല എന്നൊക്കെ ചോദിച്ചു. പിന്നെ അനി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ചോദിച്ചു, അല്ല ഇന്നെന്താ നവീൻ വരാത്തെ? നിന്നെ നവീൻ വിളിക്കുകയൊന്നും ചെയ്തില്ലെന്ന് ചോദിച്ചു. എന്താണെന്നറിയില്ല, ഞാൻ ഇന്ന് നവീനേട്ടൻ വിളിക്കാനും പോയില്ല, നവീനേട്ടൻ വന്നിട്ടും ഇല്ലാന്ന് പറഞ്ഞു. നവീനേട്ടനുണ്ടേ പൊളിയാ, സംസാരിച്ച് സമയം പോകുന്ന അറിയത്തില്ല. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതെനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. അനി ഓർത്തു, അവനപ്പം ഇവളെ സംസാരിച്ച് വലയിലാക്കാണ്ട് ശ്രമിക്കുന്നുണ്ട്. എന്താടാ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. നീ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. അതെ, ഞാൻ പോലീസും നവീനേട്ടൻ വക്കീലും അല്ലേ, ഞങ്ങൾക്ക് കുറെ സംസാരിക്കാനുണ്ടായിരിക്കും എന്ന് പറയണം. പിന്നെ പോലീസും വക്കീലും തമ്മിൽ ശത്രുതയിലല്ലേ? പിന്നെ എങ്ങനെയാ ശത്രുതയിലോ? അതൊക്കെ നിന്റെ തോന്നലല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ വരുമ്പോൾ ഞങ്ങൾ വക്കീലന്മാരെ എടുത്തിട്ട് കൊടുയും, അതുപോലെ തന്നെ കോടതി ചെന്ന് കഴിയുമ്പോൾ അവർ ഞങ്ങളെ എടുത്തിട്ട് കൊടുയും, അത്രയേ ഉള്ളൂ. ഓ അങ്ങനെയാണല്ലേ? അല്ലടാ, ഇന്നല്ലേ ആദർശേന്റെ ആ നിർണായക ഒരു ദിവസം അല്ലേന്ന് ചോദിച്ചു. അതെ, എല്ലാവരും നല്ല ടെൻഷനില്ല. അതുകൊണ്ട് നായനെടുത്തി വല്യമ്മയൊക്കെ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി. എനിക്ക് ഇന്ന് കുളിച്ചിട്ട് വേണം, എനിക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അന്നെങ്കിൽ ഇനി സമയം പോവും, താമസിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി. ആ സമയത്ത് നന്ദു അനിയോട് പറഞ്ഞു, എങ്ങാനും ഇത് നയനെ ആദർശേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർന്നു, നമ്മൾ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട. അനി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഇടയ്ക്ക് അവർക്ക് സമ്മതമായിരുന്നല്ലോ നമ്മളെ രണ്ടുപേരും ഒന്നിപ്പിക്കാനിട്ട്. അതെ അതെ, സമ്മതമൊക്കെ ആയിരുന്നു, പക്ഷേങ്കിൽ അറിയാലോ വീട്ടുകാരുടെ എതിർപ്പുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മളെ അനുകൂലിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഈ സമയം അനി പറഞ്ഞു, ഇനിയിപ്പൊ ആരൊക്കെ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും എനിക്ക് നിന്നെ സ്വന്തമാക്കിയാലേ മതിയാവുള്ളൂ. ധ്യാനി നീയുടെയായിട്ട് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ തന്നെ അന്ന് ആ പാതിരാത്രി സമയത്ത് വീട്ടിൽ മതിലിയാടി കിടന്ന് വരത്തില്ലല്ലോ. എടി, സ്നേഹിക്കുന്ന പെണ്ണിനെ കാണാനായിട്ടല്ലേ, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ടല്ല ഞാൻ മതിലിയാടി കിടന്നേ. എന്റെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തെ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ മതിലിയാടേണ്ട കാര്യമില്ലോ, അതാ ഞാൻ പറഞ്ഞേ. എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടക്കണം, നല്ല കാര്യമില്ലേ? പിന്നെ ഇനി അത് പറഞ്ഞാൽ മതി, ഇനി അതിനെക്കുറിച്ച് ഇപ്പൊ കൂടുതലായിട്ട് പറയണ്ട. ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വീട്ടിലാണെങ്കിലും ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉള്ളൂ. എങ്ങാനും ഇനിയിപ്പം അവർക്ക് എന്തെങ്കിലും സംശയത്തിന് ഇട കൊടുത്തിട്ടുണ്ട് അറിയാലോ. ഇനി അടുത്ത കല്യാണാലോചന പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അനി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഞാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ നന്ദുവിനോട് പറയണ. അങ്ങനെ അവരങ്ങോട്ട് പോയി. പിന്നീട് ദേവേനി നയന ക്ഷേത്രത്തില് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിനും തിരുമേനി പ്രസാദം കൊടുക്കാനായിട്ട് അങ്ങോട്ട് വന്നു. പിന്നീട് സംസാരിക്കണ സമയത്ത് തിരുമേനി ചോദിച്ചു, എന്തായി പോയ ആളുടെ കാര്യം? ഇതുവരെയായിട്ടും ഒന്നും അറിഞ്ഞിട്ടില്ല, കുറച്ച് സമയം കൂടെ കഴിയണം തിരുമേനി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ തിരുമേനി പറഞ്ഞു, എല്ലാം ശരിയാകുമെന്ന് പറയണ. മൂർത്തി സാറാണെങ്കിൽ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, വ്രതത്തിലല്ലേ സാറിന് ചോദിച്ചു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അല്ല അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ടാ വന്നേന്ന് പറഞ്ഞായിരുന്നു. സദ്യയോ? അദ്ദേഹത്തോട് സദ്യ കഴിക്കാൻ പറഞ്ഞായിരുന്നു, പക്ഷെ അദ്ദേഹം അതൊന്നും കഴിച്ചില്ല എന്ന് പറയണ. കഴിച്ചില്ലേ? അച്ഛൻ അവിടെ വന്നിട്ട് കഴിച്ചെന്നാണല്ലോ പറഞ്ഞ. അയ്യോ, അപ്പൊ ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അത് സാരമില്ല തിരുമേനി, അപ്പൊ അച്ഛൻ കഴിച്ചിട്ടില്ലല്ലേ? ഞങ്ങളൊക്കെ വിചാരിച്ചോണ്ടിരുന്നേ അച്ഛൻ കഴിച്ചെന്നാ വിചാരിച്ചോണ്ടിരുന്നേ. ആ സമയം തിരുമേനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കഠിന വ്രതത്തിൽ അദ്ദേഹം എന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കണം, ഇത്ര പ്രായമായ ആളല്ലേന്ന് ചോദിച്ചു. ദേവേനി പറഞ്ഞു, അറിഞ്ഞത് നന്നായി തിരുമേനി, ചെന്നിട്ട് വേണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് നയനോട് പറഞ്ഞു, നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ. അതിനുശേഷം നമ്മൾ ധൈര്യമായിട്ട് പൊയ്ക്കോ, ഉറപ്പായിട്ടും ആദർശ് പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് തന്നെ നടക്കുമെന്ന് പറഞ്ഞു, ഒരു വിഘ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദേവേനയും നയനയും കൂടെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദേവേനോട് നയന പറഞ്ഞു, മുത്തശ്ശനൊന്നും കഴിച്ചിട്ടില്ലല്ലോ അമ്മേ. അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അത് ശരിയാ, അച്ഛൻ എന്നിട്ട് നമ്മളോട് വന്ന് കഴിച്ചെന്നല്ലേ പറഞ്ഞേ. മുത്തശ്ശന് ശരിയാ, അമ്മയും ശരിയാ, എന്തിനമ്മ ഇങ്ങനെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അറിയാവുന്നതല്ലേ. അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അത് എന്റെ കാര്യം സാരമില്ല മോളെ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ മുത്തശ്ശന്റെ കാര്യം അങ്ങനെയാണ്. അമ്മ അങ്ങനെ പറയുകയും ചെയ്യരുത്, കാരണം അമ്മയ്ക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതല്ലേന്ന് ചോദിച്ചു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോരുവാണ്.
ആ സമയത്ത് മുത്തശ്ശന്റെ അടുത്തേക്ക് മുത്തശ്ശി വന്നു. അതെ, എന്തേലും കുടിക്കാൻ എന്തേലും കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ ജ്യൂസ് എന്തേലും തരട്ടേന്ന് ചോദിച്ചു. വേണ്ട, എനിക്കിപ്പോ ഒന്നും വേണ്ട വസുന്ധരെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഒന്നും കഴിക്കണ പോലും ഇല്ലോ. ഇന്നലെ ചോദിച്ചപ്പോ പറഞ്ഞു ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനം കഴിച്ചെന്ന്. കഴിച്ചോ ഇല്ലയോ എന്ന് ആർക്കറിയാം, അതിനകത്ത് സത്യാവസ്ഥ ആർക്കറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനയും നയനയും അങ്ങോട്ട് വരുന്നേ. ദേവേന വന്നിട്ട് പറഞ്ഞു, അതെ കഴിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കഴിച്ചിട്ടില്ലെന്നോ? അതെ. അച്ഛൻ ഇന്നലെ സദ്യ കഴിച്ചായിരുന്നോ അച്ഛാ? അത് പിന്നെ തിരുമേനി ഞങ്ങളോട് പറഞ്ഞായിരുന്നു അച്ഛൻ സദ്യ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. മുത്തശ്ശി ചോദിച്ചു, എന്നിട്ടാണോ എന്നോട് പറഞ്ഞ് സദ്യ കഴിച്ചെന്ന്? അത് പിന്നെ വസുന്ധരെ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നീയും കഴിക്കാതിരിക്കില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓഹോ, അപ്പൊ എനിക്കാണോ കഴിക്കേണ്ട അതോ ഇദ്ദേഹത്തിനാണോന്ന് ചോദിച്ചു. കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ, അതൊന്നും സാരമില്ല വസുന്ധരെ, എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. ദേ ഇവിടെ ഒരുത്തിയുണ്ട് ദേവേനി, അവൾക്കാണെങ്കിലോ നല്ല ആഹാരമൊക്കെ കഴിക്കുന്ന സമയം കൂടെയാ. കരളൊക്കെ പകത്ത് മേടിച്ചതല്ലേ, എന്നിട്ട് അവളാണെങ്കിൽ ഒന്നും കഴിക്കുന്ന പോലും ഇല്ല. അവളും വ്രതത്തിൽ തന്നെയാ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാവുന്നേ? മുത്തശ്ശൻ പറഞ്ഞു, അതൊക്കെ ശരിയാവും. ദേ ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറത്തില്ലേ, നമ്മുടെ ഈ ടെൻഷനൊക്കെ മാറും. അതിനുശേഷം ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യാലോ. അല്ല, ആദർശ് വിളിക്കുകയോ മറ്റോ ചെയ്തോ എന്ന് നയനയോട് ചോദിച്ചു. ഇല്ല മുത്തശ്ശ, വിളിച്ചിട്ടില്ല എന്ന് പറയാം. ചിലപ്പോൾ തിരക്കായിരിക്കും രാവിലെ പോവാനുള്ളേ. 10 മണിക്ക് അല്ലണ്ടേ, 11 മണിക്ക് ആകുമ്പത്തേനും റിസൾട്ട് ഏകദേശം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആ സമയം ദേവേന പറഞ്ഞു, ഇവിടെ ഉള്ളവരുടെ കാര്യം അറിയാലോ മുത്തശ്ശ. അബിയും ജലജയൊക്കെ വിചാരിച്ചോണ്ടിരിക്കണേ ഈ ഒരിക്കലും ഈ ഡീല് കിട്ടില്ലെന്നാ. മുത്തശ്ശൻ പറഞ്ഞു, ആയിക്കോട്ടെ, അവരങ്ങനെ വിചാരിച്ചോട്ടെ. അവരങ്ങനെ വിചാരിച്ചെന്ന് ഓർത്തോട്ടെ ഈ ഡീല് കിട്ടാതിരിക്കാൻ പോകുന്നൊന്നുമില്ല, നമുക്ക് കിട്ടും. അതൊന്നും ഓർത്ത് ഇനിയിപ്പം നിങ്ങളാരും വിഷമിക്കണ്ടെന്ന് പറയണേ. പിന്നെ ഈ പറയുന്ന അബിയുടെയും ജലജയുടെയും ഒക്കെ സ്വഭാവം അറിയാവുന്നതല്ലേ. എത്രയാന്ന് പറഞ്ഞാലും അവരോട് എത്ര പറഞ്ഞാലും അവരുടെ തലയിലേക്കൊന്നും കയറാൻ പോകുന്നില്ല. അവര് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കുടുംബത്തെ എങ്ങനെ തകർക്കാന്നാ അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് ആദർശിൽ എഴുന്നേറ്റിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആദർശ് നല്ല ഉറക്കത്തിലായിരുന്നു. ആ ജ്യൂസിനകത്ത് എന്തോ ഒരു പൊടി കടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ആദർശ് അങ്ങനെ കിടന്നുറങ്ങിയത്. ഉറങ്ങാനുള്ള പൊടി നന്നായിട്ട് കലക്കിയതുകൊണ്ട് ആദർശിന് നേരം വെളുത്തത് പോലും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.